വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും രാവിലെ 7 മണി മുതൽ തന്നെ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു. നമസ്കാരത്തിന് പണ്ഡിതരും ഇമാമുമാരുമാണ് നേതൃത്വം നൽകുന്നത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നമസ്കാരത്തിന് പാളയം ഇമാം VP സുഹൈബ് മൗലവിയാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മാനസയാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് ചേതനുണ്ട്, കൊച്ചിയിൽ നിന്ന് തിയോഫിനുണ്ട്. അങ്ങനെ എല്ലായിടങ്ങളിൽ നിന്നും പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർ ചേരുകയാണ്. മാനസ, തിരുവനന്തപുരത്ത് പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചിരിക്കുകയാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാളയം ഇമാം VP സുഹൈബ് മൗലവിയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്, അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 7 മണി മുതലാണ് വിവിധ പള്ളികളിലും അതോടൊപ്പം തന്നെ ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നിലവിൽ നമ്മൾ ഇപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ഉള്ളത്. ഈദ്ഗാഹിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ഇടം തന്നെയാണ് പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ഈ ഈദ്ഗാഹ്. ഇവിടെ നിരവധി ആളുകളാണ് ഈദ്ഗാഹിനായി എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ തന്നെ ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ വിവിധ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയാണ് നമസ്കാരത്തിനായി ഏർപ്പെടാറുള്ളത്. ഏതായാലും 1 മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠ പരിസമാപ്തിക്ക് ശേഷമാണ് ഇന്ന് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് സംസ്ഥാനം മുഴുവൻ ഉള്ളത്. വ്രതവിശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികളുടെ ആഘോഷം തന്നെയാണ്. മാത്രമല്ല ഈ 30 ദിവസം നീണ്ട വ്രത അനുഷ്ഠാന കാലമായിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ്. വീടുകളിൽ ഒത്തുചേരൽ, അതോടൊപ്പം തന്നെ പങ്കിടൽ, ഇതൊക്കെയും തന്നെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ അതിനുശേഷമുള്ള ഒരു സന്തോഷ നിമിഷമാണ് ഇസ്ലാം വിശ്വാസികൾക്ക് ഈ ഈദ് മുബാറക് എന്ന് പറയുന്നത്. നിലവിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവിയാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകുക. നമസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകും. നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ പ്രഭാഷണം നടത്തും. മതപരമായ ഉപദേശങ്ങൾക്കൊപ്പം സാമൂഹ്യ വിമർശനങ്ങളും ഈദ്ഗാഹിലെ പ്രഭാഷണത്തിൽ വിഷയമാകും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ ഈദ്ഗാഹിലും സമകാലിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം തന്നെയാണ് ഇമാം നടത്താറുള്ളത്. ഈ 7:30 മണിക്കാണ് ഇന്ന് ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇമാമിന്റെ പ്രഭാഷണം നടക്കുക. അതിനു മുന്നോടിയായുള്ള തക്ബീർ വിളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ, നമുക്ക് അറിയാം, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈദ്ഗാഹിൽ ഒട്ടനവധി പേരാണ്, അതായത് നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒത്തുചേർന്ന് നടക്കുന്ന ഒരു ഈദ്ഗാഹാണ്. ശേഷം ഇവർ സ്നേഹം പങ്കിടും, അതോടൊപ്പം തന്നെ ആശംസകൾ നേരും. ശേഷം വീടുകളിലേക്ക് മടങ്ങും. സന്തോഷത്തിന്റെ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ പറയാനുള്ളത്, ശേഷം ഈ പെരുന്നാൾ ആഘോഷ പരിപാടികളായിരിക്കും നടക്കുക. അതായത് വീടുകളിലേക്ക് പോയി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം പങ്കിടൽ, അതിനുശേഷം മറ്റ് കുടുംബ വീടുകളിലും അതോടൊപ്പം തന്നെ ചങ്ങാതിമാരുടെ വീടുകളിലും ഒക്കെ തന്നെ പോവുക, ആ ഒരു സന്തോഷ നിമിഷം പങ്കിടുക തുടങ്ങിയ കാര്യം സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും കൂടി ഒരു പ്രധാന ദിവസം തന്നെയാണ് ഈ ചെറിയ പെരുന്നാൾ എന്നുള്ളത്. മാത്രമല്ല ഈ ത്യാഗത്തിന്റെയും അതോടൊപ്പം, അതായത് ഈ 30 ദിവസം നീണ്ട ആ ഒരു വ്രതം അനുഷ്ഠിച്ചുള്ള ഒരു സന്തോഷ നിമിഷത്തിലേക്ക് പോകുമ്പോൾ ഈ വ്രതം തുടങ്ങിയ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നോ ഈ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള പങ്കിടലിന്റെ ഒരു പ്രധാന നിമിഷം കൂടിയായിരുന്നു അത്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു ആഘോഷ നിമിഷം കൂടി ഇവർ പങ്കുവെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ശവ്വാൽ മാസപ്പിറവി കണ്ടത്. ശേഷമാണ് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. നിലവിൽ തക്ബീർ മൊഴികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനു,
തീർച്ചയായും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിശ്വാസി സമൂഹം അവിടെ നമസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. പാളയം ഇമാം VP സുഹൈബ് മൗലവിയാണ് ഈ ചടങ്ങുകൾക്ക് തിരുവനന്തപുരത്ത് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും സമൂഹ നോമ്പുതുറ അല്ലെങ്കിൽ ഈദ്ഗാഹ് നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ്. ഞാൻ ആ ദൃശ്യം കണ്ടപ്പോൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. നോക്കൂ, നമ്മൾ ഈ നോമ്പുകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് സാഹോദര്യത്തെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്. ഈ സാഹോദര്യവും സ്നേഹവും ഒക്കെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതര മതസ്ഥരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന, വിഷം പകരുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കേരളം അതിൻ്റെ ഒരു പച്ചത്തുരുത്തായി മാറി നിൽക്കുന്നത് ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ഒത്തുചേർന്ന് മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പാളയത്തെ ദൃശ്യങ്ങൾ കണ്ടല്ലോ. ഈ പാളയം പള്ളിയുടെ ദൃശ്യങ്ങൾ കണ്ടു. അതിനോട് തൊട്ടു ചേർന്ന് ഗണപതി അമ്പലമുണ്ട്. തൊട്ടിപ്പുറേ മാറി നമുക്ക് ക്രിസ്ത്യൻ പള്ളി കാണാൻ കഴിയുന്നു. അതൊക്കെ കേരളത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. കേരളത്തിൻ്റെ ഒരു സാമൂഹിക മനസ്സ് എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുസ്ലിം പള്ളി, പാളയം പള്ളി കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഓഫീസിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാളയം പള്ളി ഉള്ളത്. അതിന് തൊട്ടരികിലാണ് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ് വശത്തായിട്ട് പാളയം പള്ളി, ക്രിസ്ത്യൻ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ട് ആഘോഷിച്ച് കടന്നു പോകുന്ന ഒരു വലിയ ഓർമ്മയാണ് തിരുവനന്തപുരത്തെ അല്ല, കേരളത്തെ സംബന്ധിച്ച് പെരുന്നാൾ കാലം എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ നോമ്പ് കഞ്ഞി കുടിക്കാനൊക്കെ പോകുന്ന ഓർമ്മയാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. ഓരോ പെരുന്നാൾ വരുമ്പോഴും നമുക്ക് ഏറ്റവും സന്തോഷമാണ്. പാളയം പള്ളിയിൽ പോകാം, അവിടെ ഈ നോമ്പ് തുറകളിലൊക്കെ പങ്കുചേരാം. അങ്ങനെ ഇതൊക്കെ ഒരുപക്ഷെ കേരളത്തിന് മാത്രം എടുത്തു പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും.